അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സമൂഹത്തിൽ ഒരു നല്ല ഭാര്യയെക്കുറിച്ച് പലരും സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു നല്ല ഭർത്താവാകുക എന്നത് എത്ര വലിയ ഉത്തരവാദിത്തമാണെന്ന് പലരും മറന്നുപോകുന്നു. ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും പലപ്പോഴും ഭർത്താവിൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇസ്ലാം ഒരു പുരുഷനെ കുടുംബത്തിൻ്റെ നേതാവായി നിയമിച്ചപ്പോൾ അധികാരം മാത്രം നൽകിയില്ല, വലിയ ഉത്തരവാദിത്തവും ഏൽപ്പിച്ചു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു നല്ല ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറി, ഒരു ഭർത്താവിൻ്റെ കടമകൾ എന്തൊക്കെയാണ്, കുടുംബജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിവാഹത്തെ ഒരു മഹത്തായ അനുഗ്രഹമായാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ട് അപരിചിതരായ മനുഷ്യരെ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും ഒന്നിപ്പിക്കുന്ന അത്ഭുതമാണ് വിവാഹം. എന്നാൽ ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഭർത്താവും ഭാര്യയും പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നല്ല ഭർത്താവ് ആദ്യം അല്ലാഹുവിനെ ഭയപ്പെടുന്നവനായിരിക്കണം. കാരണം അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ തൻ്റെ ഭാര്യയോട് അനീതി കാണിക്കുകയില്ല. ഭാര്യയുടെ കണ്ണീരിൻ്റെ വില അവൻ അറിയും. ഭാര്യയുടെ ഹൃദയം വേദനിപ്പിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് അവൻ മനസ്സിലാക്കും. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ ഒരു മാതൃക ഭർത്താവായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ അവരുടെ കുടുംബത്തോട് ഏറ്റവും നല്ലവരാണ്. എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ലവൻ ഞാൻ തന്നെയാണ്. ഈ ഒരു ഹദീസ് തന്നെ ഒരു മുസ്ലിമിൻ്റെ കുടുംബജീവിതത്തിന് വലിയ പാഠമാണ്. പലരും പുറത്തുള്ളവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറും. എന്നാൽ വീട്ടിലെത്തിയാൽ ഭാര്യയോട് ദേഷ്യപ്പെടുകയും കഠിനമായി സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു യഥാർത്ഥ നല്ല മനുഷ്യൻ്റെ സ്വഭാവം അവൻ്റെ വീട്ടിലാണ് കാണപ്പെടുന്നത്. ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നവനാണ്. ഭാര്യ ഒരു ജോലിക്കാരിയല്ല, അവൾ ജീവിത പങ്കാളിയാണ്. അവർക്കും വികാരങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സന്തോഷങ്ങളും സങ്കടങ്ങളുമുണ്ട്. അവളെ മനസ്സിലാക്കുകയും അവളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുക എന്നതൊരു ഭർത്താവിൻ്റെ കടമയാണ്. പല കുടുംബങ്ങളും തകരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടല്ല, സ്നേഹക്കുറവും പരിഗണനക്കുറവും കൊണ്ടാണ്. ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടത് വില കൂടിയ സമ്മാനങ്ങളല്ല, ഒരു നല്ല വാക്ക് മാത്രം മതി. നിനക്ക് സുഖമാണോ എന്നൊരു ചോദ്യം മാത്രം മതി. ഞാൻ നിനക്കൊപ്പമുണ്ട് എന്നൊരു ആശ്വാസം മാത്രം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യത കാണിച്ചിരുന്നു. അവരോടൊപ്പം തമാശ പറയുകയും സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. ഒരു നല്ല ഭർത്താവ് ക്ഷമയുള്ളവനായിരിക്കണം. ഭാര്യയ്ക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം, കാരണം അവളും ഒരു മനുഷ്യനാണ്. തെറ്റുകൾ മാത്രം നോക്കി ജീവിക്കുന്നത് ഒരിക്കലും സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കില്ല. നല്ല വശങ്ങൾ കാണാനും നന്ദിയുള്ളവനാകാനും പഠിക്കണം. ഇസ്ലാമിൽ ഭാര്യയുടെ ചെലവുകൾ നിർവഹിക്കുക ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് അവർക്ക് സുരക്ഷിതത്വവും സ്നേഹവും നൽകുക എന്നത്. ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് സമാധാനവും സുരക്ഷയും അനുഭവപ്പെടണം. ഇന്ന് ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യയെ അപമാനിക്കുന്നതും
മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുന്നതും കാണാം. ഇത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഭാര്യയുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നത് വിശ്വാസിയുടെ സ്വഭാവമല്ല. ഒരു നല്ല ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാണ്. അവളുടെ ഈമാൻ വർദ്ധിക്കാൻ സഹായിക്കുന്നവനാണ്. നമസ്കാരത്തിലേക്കും ഖുർആനിലേക്കും അവളെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. കാരണം ഒരു യഥാർത്ഥ ഭർത്താവ് തൻ്റെ ഭാര്യയെ ദുനിയാവിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവനാണ്. ജീവിതത്തിൽ അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു നല്ല ഭർത്താവ് ദേഷ്യം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കില്ല. സ്നേഹത്തോടെയും ക്ഷമയോടും പ്രശ്നങ്ങൾ പരിഹരിക്കും. കാരണം ഒരു നിമിഷത്തെ കോപം വർഷങ്ങളായ ബന്ധത്തെ പോലും തകർക്കാൻ കഴിയും. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹവും ബഹുമാനവുമാണ്. അവൾക്ക് താൻ വിലപ്പെട്ടവളാണെന്ന് തോന്നണം. അവൾക്കു പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടണം. അവർ കുടുംബത്തിനായി ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് നന്ദി ലഭിക്കണം. ഓർക്കുക, ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു നൽകിയ ഒരു അമാനത്താണ്. ആ അമാനത്തിനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ കടമയാണ്. ഒരു ദിവസം അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ എങ്ങനെ പെരുമാറി എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കാം. ഭാര്യയോട് കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കാം. അവളെ കൂടുതൽ ബഹുമാനിക്കാം. അവളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകാം. അല്ലാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യമാക്കി ഒരു നല്ല ഭർത്താവാകാൻ ശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഒരു നല്ല ഭർത്താവാകുക എന്നത് ധനികനാകുന്നതിലല്ല, ശക്തനാകുന്നതിലല്ല, നല്ല സ്വഭാവമുള്ളവനാകുന്നതിലാണ്. ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയിയായ ഭർത്താവ്. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും അനുഗ്രഹിക്കട്ടെ. ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തമാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടരുന്ന കുടുംബജീവിതം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.